നമ്മുടെ ചാനലിൽ മാർവൽ കോമിക് യൂണിവേഴ്സ് സിനിമകൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി സ്പൈഡർമാന്റെ ആദ്യത്തെ 2 സിനിമയും ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ പ്രധാന ഭാഗമായ MCU സിനിമകൾ ചെയ്തു തുടങ്ങുകയാണ്. MCUവിന്റെ ആദ്യ സിനിമകൾ റിലീസ് ചെയ്തിരുന്നപ്പോൾ അതൊരു സീരീസ് ആക്കാനൊന്നും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഥ മിക്സ് ആയിട്ടാണ് ഇറങ്ങിയത്. അതിനുശേഷമാണ് അതിലേക്ക് അവർ ഒരു കണക്ഷൻ കൊണ്ടുവന്നത്. എന്നാൽ റിലീസായ രീതിയിൽ സിനിമ കാണുന്നതിന് പകരം ആദ്യമായി കാണുന്നവർക്ക് ക്രോണോളജിക്കൽ ഓർഡറിലാണ് MCU സീരീസിലെ സിനിമ കാണുന്നതെങ്കിൽ ഒരു വെബ് സീരീസ് ഒക്കെ കാണുന്നത് പോലെ കഥയുടെ തുടർച്ച എന്ന രീതിയിൽ ഓരോ സിനിമകൾ കണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ MCU സിനിമകൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യമായി വരുന്ന സിനിമയായ ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജിയർ എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ആർട്ടിക് പ്രദേശത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ശാസ്ത്രജ്ഞരെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു ഭീമാകാരനായ വിമാനം അവർ അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ മെഷീൻ ഉപയോഗിച്ച് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ആ വിമാനത്തിന്റെ മുകൾ ഭാഗം അവർ തുളയ്ക്കുകയും ശേഷം കുറച്ചുപേർ റിസർച്ച് നടത്താനായി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ആ വിമാനം മുഴുവൻ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ വലിയ ഒരു വിമാനമാണത്. എന്നാൽ പരിശോധിക്കുന്നതിനിടെ അവിടെ ഒരു പ്രത്യേകതരം സാധനം അവർ കാണുകയും അതെന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയും ചെയ്യുന്നു. ഷീൽഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അവർ അവിടെ കണ്ടത്. പിന്നീട് കാണിക്കുന്നത് 1942 ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്. ഒരു ചർച്ചിലേക്ക് ഒരാൾ ഓടിച്ചെന്ന് കയറുകയും ആ സാധനം എടുക്കാൻ വേണ്ടി കുറച്ചുപേർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെടുക്കാൻ വേണ്ടി മുമ്പും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അവർ കണ്ടുപിടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ JCB പോലുള്ള ഒരു സാധനം വന്ന് അവിടെ മുഴുവൻ ഇടിച്ച് തകർക്കുകയും ആ തകർച്ചയിൽ അച്ഛന്റെ സഹായി മരിക്കുകയും ചെയ്യും. അപ്പോഴേക്കും കുറെ ആളുകൾ വരികയും 3 ജർമ്മൻ പട്ടാളക്കാർ ചേർന്ന് അവിടുത്തെ ഒരു കല്ലറ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്കതിന് കഴിയുന്നില്ല. അപ്പോഴേക്കും വന്ന കാറിൽ നിന്ന് മെയിൻ ഒരാൾ ഇറങ്ങി അവിടേക്ക് നടന്നു വരികയും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജൊഹാൻ സ്മിത്ത് എന്ന് പറയുന്ന ഒരാൾ വരികയും അയാൾ ഒറ്റയ്ക്ക് ആ കല്ലറ തുറക്കുകയും ചെയ്യുന്നു. അതിനുള്ളിൽ വിലപ്പെട്ട ഒരു കല്ല് ഇരിക്കുകയാണ്. ഒരുപാട് പവറുകളുള്ള ഒരു കല്ലാണിത്. പക്ഷേ നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് അയാൾ അത് താഴെയിട്ട് പൊട്ടിക്കുന്നു. ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞു, നീ അത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല. അതിന്റെ പേരിൽ നീ എന്നെ കൊന്നാലും ശരിയെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും തന്നെ കൊല്ലാൻ പോകുന്നില്ല. നിന്റെ കുടുംബക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവരെയാണ് കൊല്ലാൻ പോകുന്നതെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അവിടെ തടിയിൽ ചെയ്തിട്ടുള്ള ഒരു ചിത്രപ്പണി കാണുകയും അയാൾ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് നോക്കുമ്പോൾ ഒരു പാമ്പിന്റെ പടം ഉള്ളതായി കണ്ട് അതിന്റെ കണ്ണിൽ ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഒരു പെട്ടി തുറന്നു വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് അയാൾ തേടി വന്ന സാധനമെന്ന് മനസ്സിലാവുകയും ഇത് കണ്ട് അച്ഛൻ ആകെ പേടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അത് അയാൾ തുറക്കുകയും അതിൽ വളരെ ശക്തിയുള്ള ആ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കി അയാൾ അതുമായി അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ശക്തി നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്നൊക്കെ അച്ഛൻ വിളിച്ചു പറയുകയും അത് ഞാൻ നോയിക്കോളാമെന്ന് പറഞ്ഞ് അയാൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ടൗണിലൊരിടത്ത് വേൾഡ് വാറിന് വേണ്ടി പട്ടാളക്കാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ സിനിമയിലെ നായകനായ സ്റ്റീവ് റോജേഴ്സും എത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ തീരെ മെലിഞ്ഞ് ഉയരമൊന്നുമില്ലാത്ത ഒരുത്തനാണ്. എന്നാൽ രാജ്യത്തിന് വേണ്ടി പോരാടാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ പട്ടാളത്തിൽ ചേരാനെത്തിയത്. എന്നാൽ അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുകയും നിന്നെയൊന്നും പട്ടാളത്തിൽ ചേർക്കാൻ പറ്റത്തില്ലെന്നും തിരിച്ചു പോകാനും പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി പോരാടാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പട്ടാളത്തിൽ ചേർക്കാമോ എന്ന് ചോദിക്കുകയും എന്നാൽ അയാൾ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് അവൻ തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുകയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വേൾഡ് വാറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും പട്ടാളക്കാരുടെ അവസ്ഥയെ പറ്റിയുമൊക്കെ കാണിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരുത്തൻ ഇരുന്ന് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സിനിമ ഇടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് സ്റ്റീവ് അവിടെ ഇടപെടുകയും ഒന്നും മിണ്ടാതിരിക്കടാ, നമ്മുടെ പട്ടാളക്കാരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നതെന്നൊക്കെ അവൻ പറയുകയും ഇത് കേട്ട് എന്നോട് ഇതൊക്കെ പറയാൻ നീ ആരാടാന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്തു കൊണ്ടിട്ട് സ്റ്റീവിനെ അവൻ ഇടിച്ച് പഞ്ചറാക്കുകയാണ്. എന്നാൽ എത്ര ഇടി കിട്ടിയിട്ടും അവൻ വീണ്ടും എഴുന്നേറ്റ് തളരാതെ തന്നെ അടിമേടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവന് നല്ല മനക്കട്ടിയാണ്. പെട്ടെന്ന് സ്റ്റീവിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വരികയും ആരോഗ്യമില്ലാത്ത അവനെ ഇടിക്കാതെ തരത്തിൽ പോയി കളിക്കടാന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് ചവിട്ടി വിടുകയും ചെയ്യുന്നു. ശേഷം സ്റ്റീവിന്റെ നേർക്ക് വരികയും നീ എല്ലാവരെയും ഇടിവേടിച്ച് കൂട്ടുകയാണല്ലോടാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പട്ടാളത്തിന്റെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുകയും എനിക്ക് പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടി, 107 ബറ്റാലിയനിലാണ് കിട്ടിയിരിക്കുന്നത്, നാളെ രാവിലെ തന്നെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും എന്ന് പറയുകയും ഇത് കേട്ട് അവന് കിട്ടാത്തതിൽ ആകെ വിഷമമാവുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് കൂടിയേ ഇവിടെ കാണത്തുള്ളൂ, ഇന്ന് രാത്രി ടൗണിൽ വലിയൊരു ഷോ നടക്കുന്നുണ്ട്, നമുക്ക് അതിൽ കൂടി പങ്കെടുക്കണമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അന്ന് രാത്രി ആ ഷോയിലേക്ക് അവർ രണ്ടുപേരും എത്തുകയും ചെയ്യുന്നു. ടെക്നോളജിയുടെ കാര്യത്തിലെല്ലാം പുലിയായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്ക് എന്ന ഒരു വ്യക്തിയാണ് അവിടെ ഷോ നടത്തുന്നത്. അയാൾ കണ്ടുപിടിച്ച ഒരു പരീക്ഷണം കാണിക്കലാണ് നടക്കാൻ പോകുന്നത്. ഞാനൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ വാഹനങ്ങൾക്ക് തറയിൽ തൊടാതെ തന്നെ പറന്നു പോകാൻ കഴിയും. ഞാൻ കണ്ടുപിടിച്ച ഗ്രാവിറ്റി റിവേഴ്ഷൻ ടെക്നോളജി കൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്ന്
എന്ന് പറഞ്ഞ് അയാൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം അവിടെ കാണിക്കുകയും ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോഴേക്കും ഉയർന്നു നിന്ന ആ വണ്ടി ഫെയിലായി തറയിൽ വീഴുകയും ചെയ്യുന്നു. ഇത് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത് പോസിബിൾ ആവുമെന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ അന്ന് അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു പട്ടാളക്കാരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഫേസ് വരുന്ന തരത്തിൽ ഓരോരുത്തരും കൗതുകത്തോടെ കയറി നിന്ന് നോക്കുകയാണ്. അതിലേക്ക് സ്റ്റീവും വന്ന് കയറി നിൽക്കുമെങ്കിലും അവന് ഉയരം കുറവായതുകൊണ്ട് മൊത്തത്തിൽ കാണാൻ കഴിയുന്നില്ല. ഉടൻ കൂട്ടുകാരൻ അവിടേക്ക് വരികയും, എടാ നീ പട്ടാളമാകണമെന്ന ചിന്ത ഇപ്പോഴും കൊണ്ടു നടക്കുവാണോ? നിന്റെ ശരീരവും ആരോഗ്യവും വെച്ചിട്ട് നിനക്ക് ചേർന്ന പണിയല്ല ഇത്, നീ അത് വിട്ടേരെ. കുറെ കാലമായില്ലേ പട്ടാളമാവാൻ നോക്കി നടക്കുന്നു, ഇതുവരെ കിട്ടിയില്ലല്ലോ. വേറെ ഒരുപാട് ജോലികൾ ഈ നാട്ടിലുണ്ട്, അതിലേതെങ്കിലുമൊക്കെ ചെയ്യാൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ശാസ്ത്രജ്ഞനായ അബ്രഹാം എർസ്കിൻ എന്ന ഒരു വ്യക്തി അവിടേക്ക് വരികയും അവർ തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയും ചെയ്യുന്നു. എടാ പട്ടാളമാവണമെന്നുള്ള എന്റെ ആഗ്രഹം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ആളുകൾ ജീവൻ കളഞ്ഞും അതിർത്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കും അവരിലൊരാളായി രാജ്യത്തിന് വേണ്ടി പോരാടണമെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കേൾക്കുകയും തന്റെ അടുത്ത പരീക്ഷണത്തിന് പറ്റിയ ആൾ ഇവനാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യും. ശരി, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, ഞാൻ പോവുകയാണ്, നാളെ രാവിലെ തന്നെ ലണ്ടനിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് പട്ടാളത്തിലേക്കുള്ള അടുത്ത റിക്രൂട്ട്മെന്റിന് വേണ്ടി അവൻ മെഡിക്കലിൽ ഇരിക്കുമ്പോൾ ഒരു നേഴ്സ് എന്തോ വന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോവുകയും താൻ പേര് മാറ്റി കൊടുത്താണ് ഇവിടെ വന്നതെന്ന് അവർ അറിഞ്ഞു കാണുമെന്ന് കരുതി അവൻ പെട്ടെന്ന് ഷൂസ് ഒക്കെ എടുത്തിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ശാസ്ത്രജ്ഞൻ അവിടേക്ക് കയറി വരുന്നു. എന്റെ പേര് ഡോക്ടർ അബ്രഹാം, ഇവിടുത്തെ സയന്റിഫിക് റിസർവിൽ നിന്നാണ്. നീ കള്ളപ്പേരിലാണല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിനു മുമ്പ് ഒരുപാട് തവണ പട്ടാളത്തിലേക്ക് കയറാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല, അങ്ങനെ ഓരോ തവണയും പേര് മാറ്റി കൊടുത്ത് കയറാൻ നോക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആർമിയിൽ ചേർന്ന് രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അവൻ പറയുകയും, ശരി അതെന്തിനാണ്, കുറെ ശത്രുക്കളെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും കൊല്ലണമെന്നൊന്നുമില്ല, നേരെ ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയും, കൊള്ളാം, ഈ ഉത്തരം തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്, പട്ടാളത്തിൽ കയറാൻ നിനക്കൊരു അവസരം തരാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അയാൾ പോവുകയും, എനിക്ക് ആ അവസരം വേണമെന്ന് പറയുമ്പോൾ പട്ടാളത്തിലെ ആളുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പരീക്ഷണം ചെയ്യുന്നുണ്ട്, ആ പരീക്ഷണത്തിൽ നീ വിജയിക്കുവാണെങ്കിൽ നിനക്ക് നല്ലൊരു പട്ടാളക്കാരനാവാം, അത് ദുരുപയോഗം ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശക്തി കിട്ടിയാൽ നീ ആളുകളെ കൊല്ലുമോ എന്ന് ചോദിച്ചതെന്ന് പറയുകയും അവന്റെ കാർഡും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവൻ നോക്കുമ്പോൾ മിലിറ്ററിയിലേക്ക് അവന് സെലക്ഷൻ കൊടുത്തിരിക്കുകയാണ്, അതിൽ ഫസ്റ്റ് അവഞ്ചർന്ന് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആർമിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. അക്കൂട്ടത്തിൽ സ്റ്റീവൻ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഡിവിഷന്റെ ഹെഡായ ഏജന്റ് കാർട്ടർ അവിടേക്ക് വരികയും ഈ ടീമിന്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറയുമ്പോൾ അതിലൊരുത്തൻ ചൊറിയുന്ന വർത്താനങ്ങൾ പറയുകയും അവർ അവന്റെ മൂക്കിടിച്ച് പരത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കേണൽ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന ഈ വേൾഡ് വാറിൽ നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ, അതിനുവേണ്ടി ശക്തരായ ആളുകൾ തന്നെ നമ്മൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നോക്കുമ്പോൾ സ്റ്റീവ് അവിടെ നിൽക്കുന്നത് കാണുകയും അയാൾക്കാകെ ഭ്രാന്ത് പിടിക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് മുഴുവൻ ആർമിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈസും ശക്തിയും കുറവായതുകൊണ്ട് സ്റ്റീവിന് എല്ലാ ട്രെയിനിങ്ങും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നില്ല. ട്രെയിനിങ്ങിനിടെ അവർ ഒരിടത്തേക്ക് ഓടി വരുമ്പോൾ എല്ലാവരും നിൽക്കി, ഈ മുകളിലുള്ള കൊടി ആരെങ്കിലും ഒന്ന് എടുക്കണം, അത് എടുക്കുന്നവർക്ക് ഏജന്റ് ക്വാർട്ടറിനോടൊപ്പം ജീപ്പിൽ കയറി മുന്നോട്ട് പോകാമെന്ന് പറയുകയും ഇതോടെ എല്ലാവരും കൂടി ചാടി വീണ് എങ്ങനെയെങ്കിലും ആ കൊടി എടുക്കാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ മുകളിൽ കയറി എടുക്കാൻ കഴിയാതെ വരികയും 17 വർഷമായിട്ട് ഇതുവരെ ആരും ആ കൊടി എടുത്തിട്ടില്ല, അത് നിങ്ങളെ കൊണ്ട് പറ്റാനും പോണില്ല, മതി മതി എല്ലാവരും തിരിച്ചു വന്ന് നിൽക്കാൻ ട്രെയിനർ പറയുന്നതോടെ എല്ലാവരും അവിടെ നിന്ന് പോകുമെങ്കിലും സ്റ്റീവ് നേരെ അവിടേക്ക് വരികയും ആ കൊടിമരത്തിന്റെ കമ്പി ഊരി തറയിലേക്ക് തള്ളിയിട്ടിട്ട് ആ കൊടിയെടുത്ത് അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. കൊടി എടുക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, എങ്ങനെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അവന്റെ ഈ സ്മാർട്ട് വർക്ക് കണ്ട് ക്വാർട്ടറിന് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അന്ന് ഡോക്ടറും കേണലും കൂടി സംസാരിക്കുകയാണ്. താനെന്തിനാണ് ആ പരീക്ഷണത്തിന് ആ ചെറിയ പയ്യനെ തന്നെ തിരഞ്ഞെടുത്തത്? ഇവിടെ എത്രയോ നല്ല പയ്യന്മാരുണ്ടായിരുന്നു, അവനെ കൊണ്ട് ഈ പരീക്ഷണമൊന്നും താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ സ്റ്റീവ് ആണെങ്കിൽ അവിടെ മറ്റു പട്ടാളക്കാരോടൊപ്പം പുഷപ്പ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കേണൽ ഇത് കാണുകയും ഒന്നിനും കൊള്ളാത്ത ഈ പയ്യനെ എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പരീക്ഷണത്തിന് ശാരീരിക ശക്തിയേക്കാൾ മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടതെന്ന് ഡോക്ടർ പറയുകയും ഈ തടിമാടന്മാർക്കൊന്നും ഇല്ലാത്ത മനസ്സിന്റെ ധൈര്യം അവനുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാ ഒന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അയാൾ ഒരു ഗ്രനേഡ് എടുത്ത് പട്ടാളക്കാരുടെ ഇടയിലേക്ക് എറിയുകയും ഇത് കണ്ട് എല്ലാവരും അവിടുന്ന് ഓടി മാറുമ്പോൾ സ്റ്റീവ് ആണെങ്കിൽ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ ആ ബോംബിന്റെ മുകളിലേക്ക് കയറി കിടക്കുന്നു. എന്നാൽ അല്പം കഴിഞ്ഞിട്ടും അത് പൊട്ടുന്നില്ല. അപ്പോഴാണ് അതൊരു പരീക്ഷണമായിരുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇതോടെ അവന്റെ ധൈര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ശരി തന്റെ ഇഷ്ടം പോലെ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പൊക്കളയുകയും ചെയ്യും. ഈ സമയം ദൂരെ ഒരിടത്ത് വില്ലനായ ജോഹാൻ സ്മിത്ത് തന്റെ പരീക്ഷണശാലയിൽ നിൽക്കുകയാണ്. അയാളോടൊപ്പം ശാസ്ത്രജ്ഞനായ ശിങ്കിടി കൂടിയുണ്ട്. അയാൾ മറ്റേ ചർച്ചിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് വന്ന ഒരുപാട് ശക്തിയുള്ള മറ്റേ സാധനം കൊണ്ട് ആയുധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്യുകയും അവർ അതിന്റെ ശക്തി സ്റ്റോർ ചെയ്തു വെച്ച് ആയുധങ്ങളിലേക്ക് എടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ തങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തി അതിനുണ്ടെന്ന് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുകയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ സാധനത്തിന്റെ ശക്തി അവർക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് വേൾഡ് വാറിൽ ജയിക്കാൻ പറ്റുമല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ വേൾഡ് വാറിലല്ല, ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് സ്മിത്ത് പറയുന്നു. അന്ന് രാത്രി സ്റ്റീവിന്റെ അടുത്തേക്ക് ഡോക്ടർ വന്നിരിക്കുകയാണ്. നാളെയാണ് നിന്റെ ദേഹത്ത് പരീക്ഷണം നടത്തുന്നത്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ അവൻ പറയുന്നു. ഇത്രയും ശക്തന്മാരായ ആളുകൾ ഇവിടെ
കൂടെ ഉണ്ടായിട്ടും എന്നെ തന്നെ എന്തിനാണ് പരീക്ഷണത്തിന് എടുത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ നല്ലൊരു രാജ്യസ്നേഹിയും ധീരനുമാണ്, പോരാത്തതിന് നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. നിനക്ക് ശക്തി കിട്ടിയാൽ നീ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുന്നത്? ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്. ഹിറ്റ്ലർ ഒരിക്കൽ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഹൈഡ്ര എന്ന ഒരു പരീക്ഷണശാല നിർമ്മിച്ചു. അതിന്റെ ചുമതല ജൊഹാൻ സ്മിത്ത് എന്ന ഒരാളിനെ ഏൽപ്പിച്ചു. അയാളൊരു അതിമോഹിയായ ആളായിരുന്നു. ജർമ്മൻ കെട്ടുകഥകളോടും മാന്ത്രിക ശക്തികളോടുമെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു. ഹിറ്റ്ലറിന്റെ ആളുകളെല്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഹിറ്റ്ലർ അയാളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും അതുപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റിയും അവൻ അറിഞ്ഞു. അവനങ്ങനെ എന്നെ തേടി വരികയും മനുഷ്യർക്ക് ശക്തി കിട്ടാനായി ഞാൻ അന്ന് തയ്യാറാക്കി വെച്ചിരുന്ന മരുന്ന് അയാളുടെ ദേഹത്ത് തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ മരുന്ന് പൂർണ്ണമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല ശക്തി കിട്ടിയെങ്കിലും ശരീരത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. വഴിയെ നീ അയാളെ കാണേണ്ടി വരുമ്പോൾ അത് മനസ്സിലാവും. അയാൾ ഇപ്പോഴും കരുതുന്നത് ദൈവം എന്തോ ഒരു വലിയ ശക്തി ഈ ഭൂമിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് അയാൾക്ക് കൈക്കലാക്കണമെന്നുമാണ്. ഒരുപക്ഷെ നിനക്ക് ശക്തി കിട്ടി നമുക്ക് നല്ലൊരു ആർമി പവർ ഉണ്ടായി ജർമ്മനിയോട് യുദ്ധമൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാളെ നീ നേരിട്ട് കാണേണ്ടി വരുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ശരി, എന്തായാലും പറഞ്ഞൊരുപാട് സമയം കളയുന്നില്ല. നാളെ രാവിലെ തന്നെ നിന്റെ ദേഹത്ത് പരീക്ഷണം ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന് കിടന്നുറങ്ങാൻ അദ്ദേഹം പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സ്റ്റീവിനെയും കൊണ്ട് കോർട്ടർ പരീക്ഷണത്തിനുള്ള ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് അവർ വണ്ടി കൊണ്ടുചെന്ന് നിർത്തുകയും അവൾ അവനെയും കൊണ്ട് ഒരു സാധാരണ കടയിലേക്ക് കയറുകയും ചെയ്യുന്നു. അവർ പോകുന്നതൊക്കെ പുറത്തു നിൽക്കുന്ന ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ വരികയും കോഡ് ഭാഷ പറയുമ്പോൾ അതിന് മറുഭാഷ കോർട്ടർ പറയുന്നതോടെ അവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ അനുവാദം കൊടുക്കുകയും അവിടെയുള്ള ഒരു പുസ്തക ഷെൽഫിന്റെ മുന്നിൽ എത്തുമ്പോൾ അത് തുറന്ന് അവർ ഉള്ളിലേക്ക് കയറുന്നു. ഒരു സീക്രട്ട് ലാബിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനെ പരീക്ഷണം ചെയ്യാനുള്ള എല്ലാം സജ്ജമായിരിക്കുകയാണ്. അവനെ കണ്ട് എല്ലാവരും ഇവനാണോ പരീക്ഷണത്തിന് വന്നതെന്ന് അത്ഭുതത്തോടെ നോക്കുന്നു. അങ്ങനെ നേരെ അവൻ ഡോക്ടറെ ചെന്ന് കാണുകയും നീ റെഡിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെന്ന് അവൻ പറയുകയും അങ്ങനെ പരീക്ഷണത്തിനായി അവൻ ഡ്രസ്സൊക്കെ ഊരി തയ്യാറായിക്കൊണ്ട് നേരെ കയറി ആ മിഷനിലേക്ക് കിടക്കുന്നു. അവിടെയാണെങ്കിൽ കേണൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഒരുപാട് VIP-കൾ പരീക്ഷണം എന്താകുമെന്ന് കാണാനായി എത്തിയിട്ടുണ്ട്. ഇതിനിടെ മറ്റേ ടെക്നോളജി ശാസ്ത്രജ്ഞനായ സ്റ്റാർക്ക് അവിടേക്ക് വരികയും പരീക്ഷണത്തിനുള്ള എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഇനി അങ്ങ് ചെയ്താൽ മാത്രം മതിയെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി എല്ലാം സജ്ജമാവുകയും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം മുകളിലിരുന്ന് കേണലും VIP-കളും എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാം ക്ലിയർ ആയ ശേഷം അവർ മരുന്നുകളൊക്കെ അവന്റെ ദേഹത്തേക്ക് അടിച്ചു കയറ്റുകയും എല്ലാം കയറിയെന്ന് ഉറപ്പായതോടെ തുടങ്ങിക്കൊള്ളാൻ അയാൾ സ്റ്റാർക്കിനോട് പറയുകയും അങ്ങനെ അവർ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കുകയും ചെയ്യുന്നു. പരീക്ഷണം വിജയിക്കുമോ ഇല്ലേന്നറിയാതെ എല്ലാവരും ആശങ്കയിലിരിക്കുകയാണ്. സ്റ്റാർക്കാണ് ഇതിന്റെ എല്ലാം ഓപ്പറേഷൻ നടത്തുന്നത്. ഡോക്ടർ അവിടേക്ക് ചെന്ന് നീ ഓക്കെ ആണോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് അവൻ ഉള്ളിൽ നിന്ന് പറയുന്നത് കേട്ട് അവർ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ അവനെ ശക്തനാക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതങ്ങോട്ട് തുടങ്ങുമ്പോൾ നല്ല പവർ അകത്തേക്ക് കയറുകയും പെട്ടെന്ന് സ്റ്റീവ് ഉറക്കെ അലറി വിളിക്കുന്നതായി അവർ കേട്ടുകൊണ്ട് ഞെട്ടിപ്പോവുകയും അതെങ്ങനെയെങ്കിലും നിർത്താനൊക്കെ ക്വാർട്ടർ പറയുകയും ഇത് കണ്ട് ആകെ പേടിച്ചുപോയി. അത് നിർത്താൻ ഡോക്ടർ പറഞ്ഞ് അവർ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കുമ്പോൾ വേണ്ട വേണ്ട നിർത്തരുത്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളിൽ നിന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയുകയും ഇതോടെ അവർ വീണ്ടും പവർ കൂട്ടി വെച്ച് അങ്ങേ അറ്റമാവുകയും ഫുള്ള് പവർ കയറുന്നതോടെ അത് ഓഫ് ആവുകയും ചെയ്യും. ഇതോടെ എന്ത് സംഭവിച്ചെന്നറിയാതെ എല്ലാവരും നിൽക്കുകയാണ്. പരീക്ഷണം കഴിഞ്ഞിരിക്കുന്നു. ഉടൻ ആ മെഷീൻ തുറക്കുകയും അതിനുള്ളിൽ മസിലൊക്കെയുള്ള ശക്തനായ സ്റ്റീവ് നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ അവർ പിടിച്ചിറക്കുകയും നീ തകർത്ത് കളഞ്ഞോടാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അടുത്തേക്ക് വന്ന് വലിയ ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോ ഉയരം വെച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ അവിടേക്ക് വന്നതിലൊരാൾ ഒരു പ്രത്യേക ഡിവൈസ് അവിടെ ഇടുകയും ശേഷം എല്ലാവരോടുമൊപ്പം താഴേക്ക് ഇറങ്ങി വന്ന് സംശയത്തോടെ നോക്കുകയും ചെയ്യുന്നു. അയാൾ ഒരു ജർമ്മൻ ചാരനാണ്. പെട്ടെന്ന് അയാൾ കയ്യിലുള്ള ഒരു സ്വിച്ചിൽ നിൽക്കുമ്പോൾ വലിയ ഒരു പൊട്ടിത്തെറി നടക്കുകയും അപ്പോഴേക്കും അവൻ അവിടെ ഇരുന്ന സെറവും എടുത്ത് മറ്റേ ഡോക്ടറെ വെടിവെച്ച് കൊന്ന ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കയറി എല്ലാവരെയും തകർത്ത് ഓടിക്കളയുന്നു. സ്റ്റീവ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ മരിക്കാറായിരിക്കുകയാണ്. നിന്റെ ഈ ശക്തി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്നു. അപ്പോഴേക്കും മറ്റവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് ഒരു വണ്ടിയിൽ കയറുകയും എല്ലാവരെയും വെടിവെച്ച് തകർത്ത് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഏജന്റ് കോർട്ടർ ഓടി അവിടെ എത്തുകയും കൃത്യമായി ഉന്നം പിടിച്ച് മറ്റവന്റെ ഡ്രൈവറിനെ വെടിവെച്ച് കൊല്ലുന്നതോടെ വണ്ടി നിൽക്കുകയും എന്നാൽ ചാരൻ അപ്പോഴേക്കും ഇറങ്ങി അവിടെ കിടന്ന മറ്റൊരു വണ്ടിയിൽ കയറി തിരിച്ചു വിട്ട് പാഞ്ഞു ചെന്ന് കോർട്ടറിനെ ഇടിക്കാനായി പോവുകയും ചെയ്യുന്നു. എന്നാൽ അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ വെടിവെക്കാൻ നോക്കുമെങ്കിലും വണ്ടി അടുത്തെത്തുമ്പോൾ സ്റ്റീവ് അവളെ രക്ഷിക്കുകയും വലിയ മാസ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പടവായനെന്ന് പറഞ്ഞ ശേഷം അവൻ ആ വണ്ടിയുടെ പിറകെ ഓടുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവന് ഇപ്പോ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ വണ്ടി പോകുന്നതിന്റെ കുറുകു വഴിയൊക്കെ ഓടി ചെല്ലുകയും പാഞ്ഞ് ഒരിടത്തൂടെ ചാടി ചെന്ന് നല്ല ശക്തനായിക്കൊണ്ട് ഓടിപ്പോവുകയും ഇത് കണ്ട് അവൻ ചവിട്ടി വിടുകയും ചെയ്യുന്നു. എന്നാൽ അവനാണെങ്കിൽ ഓടി അതുവഴി പോയ വണ്ടികളുടെയൊക്കെ മുകളിലേക്ക് ചാടി കയറുകയും എങ്ങനെയെങ്കിലും അവന്റെ വണ്ടി
വണ്ടിയുടെ മുകളിൽ കിടന്ന് ചാടി പിടിച്ച് തൂങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനെ മറിച്ചിടാനുള്ള എല്ലാ വഴിയും അവൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് മുകളിലേക്ക് വെടിവെക്കുമെങ്കിലും അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് കയറുകയും നേരെ ചെന്ന് അതിലിടിച്ച് വണ്ടി മറിഞ്ഞ് കറങ്ങി ചെന്ന് വീണിരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റീവിനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ കിടന്ന ഡോർ എടുത്ത് തടഞ്ഞു പിടിക്കുകയും അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി പോകുന്നത് കണ്ട് സ്റ്റീവ് പിറകെ ചെല്ലുകയും അവൻ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുങ്ങിക്കപ്പൽ പുറത്തേക്ക് എടുത്ത് അതിലേക്ക് ചെന്ന് ചാടി കയറുകയും പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന സ്റ്റീവ് ഒന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടുകയും നീന്തി പിന്നാലെ ചെന്ന് നേരെ അവന്റെ മുങ്ങിക്കപ്പലിന്റെ ചില്ല് ഇടിച്ച് തകർത്ത് അതിൽ നിന്ന് അവനെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയും കരയിലേക്ക് എത്തിച്ച ശേഷം അവനെ അടിച്ചിട്ട് സെറമൊക്കെ തകർക്കുകയും നീ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേരിൽ ഒന്നാമനാണെന്ന് പറഞ്ഞുകൊണ്ട് വായിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷമെടുത്ത് കടിച്ച് പൊട്ടിച്ചങ്ങ് കുടിക്കുകയും ഹൈഡ്ര വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരണപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഹൈഡ്ര എന്ന് പറയുന്ന ജൊഹാൻ സ്മിത്തിന്റെ ടീമിലുള്ള ചാരനാണ് ഇവനെന്ന് സ്റ്റീവിന് മനസ്സിലായിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജൊഹാൻ സ്മിത്തിന്റെ ഹൈഡ്രയാണ്. അവിടുത്തെ പരീക്ഷണങ്ങളൊക്കെ എന്തായെന്നറിയാൻ ഹിറ്റ്ലറിന്റെ ജർമ്മൻ സേനയിലെ കുറച്ചുപേർ അവിടെ എത്തിയിരിക്കുകയാണ്. കുറെ നാളായി നിങ്ങൾ എന്തൊക്കെയോ പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ സൈന്യത്തിന് ആവശ്യമായ ഒന്നും നിങ്ങൾ തന്നിട്ടില്ല. ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്ന പണമൊക്കെ ഉടനെ നിർത്തേണ്ടി വരുമെന്ന് അവർ പറയുമ്പോൾ അയാൾ അവരുടെ നേർക്ക് തിരിയുകയും അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല, ഞാൻ ഒരു കിടിലൻ സാധനം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ നേരെ അവരെ പരീക്ഷണശാലയിലേക്ക് കൊണ്ടു ചെല്ലുകയും അയാൾ ഉണ്ടാക്കി വെച്ച ആയുധം അവരെ കാണിക്കുകയും ചെയ്യുന്നു. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ആയുധം ഉപയോഗിച്ച് എന്റെ എല്ലാ ശത്രുക്കളെയും തകർക്കാൻ പറ്റുമെന്ന് അയാൾ പറയുമ്പോൾ നിന്റെ ശത്രുക്കളെയോ, ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ തകർക്കാനാണ് നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയുകയും ഇതിനിടെ ഒരുത്തൻ ചെന്ന് നോക്കുമ്പോൾ അയാൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ രാജ്യമായ ജർമ്മനിയുടെ തന്നെ തലസ്ഥാനവുമുണ്ട്. നിനക്ക് ഈ രാജ്യം നശിപ്പിക്കാനും പ്ലാൻ ഉണ്ടോടാന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവരുടെ എല്ലാം നേർക്ക് ആ ആയുധം പ്രയോഗിക്കുകയും എല്ലാവരും ചാരമായി പോവുകയും ചെയ്യും. ഹിറ്റ്ലർ അല്ല ഈ ലോകം പിടിച്ചെടുക്കാൻ പോകുന്നത്, ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം മറ്റവരാണെങ്കിൽ അക്രമിയുടെ മുങ്ങിക്കപ്പൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞൻ ഞാനാണ്, പക്ഷേ ഈ മുങ്ങിക്കപ്പലിന്റെ സാങ്കേതിക വിദ്യ എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒന്നും അടുത്തുപോലും എത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ അപ്പോ ഇത്രയും മികച്ച സാങ്കേതിക വിദ്യയുടെ പിന്നിൽ ആരാണെന്ന് അവർ ചോദിക്കുകയും അത് ഹൈഡ്ര ആയിരിക്കും, അവരാണ് ടെക്നോളജിയുടെ ഒക്കെ കാര്യത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇത്രയുമായ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഹൈഡ്രയുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ സൈന്യവുമായി നമ്മൾ ലണ്ടനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഹൈഡ്രയെ തകർക്കാനാണ് പോകുന്നതെങ്കിൽ ഞാനും വരാമെന്ന് സ്റ്റീവ് പറയുകയും നീ ഒരു പരീക്ഷണ വസ്തുവാണ്, നിന്നെ ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല, തൽക്കാലം നീ വരണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പൊക്കളയും. ഉടൻ അടുത്തയാൾ സ്റ്റീവിന്റെ അടുത്ത് വരികയും അതിൽ പോകാൻ പറ്റില്ലെന്നോർത്ത് വിഷമിക്കേണ്ട, നീ ലാസ്റ്റ് ആ അക്രമിയെ അതിസാഹസികമായി പിടിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ആ ഫൈറ്റിങ്ങിലുള്ള ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്, അത് ആളുകൾക്കെല്ലാം ആവേശം പകർന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യണം, നിന്റെ ഈ ശക്തിയും കഴിവുമൊക്കെ എന്താണെന്ന് നമ്മുടെ ഈ രാജ്യത്തിന് കാട്ടിക്കൊടുക്കണം, നാളെ മുതൽ നമ്മൾ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ദിവസം മുതൽ അവർ അവനെ നാടകത്തിന് ഇറക്കിയിരിക്കുകയാണ്. അവൻ മറ്റേ അക്രമിയെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നാട്ടിൽ ഫേമസ് ആയതുകൊണ്ട് അവനെ വെച്ച് ജനങ്ങളിലെല്ലാം രാജ്യസ്നേഹം വളർത്താനാണ് അവർ നോക്കുന്നത്. അതിനുവേണ്ടി അവനെ വെച്ച് രാജ്യസ്നേഹം തുളുമ്പുന്ന ഓരോ പാട്ടുകളും ഷോകളും എല്ലാം അവർ പ്രദർശിപ്പിക്കുകയും അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ അവനെ ഒരു ഹീറോ ആക്കി ചിത്രീകരിക്കുകയും ചെയ്യും. ഹിറ്റ്ലർ ആക്രമിക്കാൻ വരുമ്പോൾ അയാളെ ഒറ്റയ്ക്ക് കൊല്ലുന്നതായിട്ടൊക്കെ നാടകത്തിൽ കാണിക്കുകയും അങ്ങനെ ജനങ്ങൾക്കെല്ലാം അവനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അമേരിക്കൻ പട്ടാളത്തിന്റെ പ്രതിബിംബമായി അവൻ മാറുന്നു. അങ്ങനെ സ്റ്റീവിനെ വെച്ച് രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുകയും അവന്റെ ശക്തിയും കഴിവുമൊക്കെ സ്റ്റേജിൽ കാണിച്ച് എല്ലാവർക്കും ആവേശം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ പട്ടാളക്കാരുടെ പ്രതിബിംബമായ അവന് അവന്റെ തന്നെ കൂടെയുള്ള പട്ടാളക്കാരോട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കേണ്ടി വരുന്നു. എന്നാൽ അതുവരെ കിട്ടിയ ബഹുമാനമൊന്നും അവരിൽ നിന്ന് അവന് കിട്ടുന്നില്ല. നീ എലുമ്പനായി ഒന്നിനും കൊള്ളാതെ ഇവിടെ നടന്നവനല്ലേടാ, നിന്റെ വർത്താനമൊന്നും നമുക്ക് കേൾക്കണ്ടെന്നൊക്കെ അവർ പറഞ്ഞ് അവനെ ആട്ടിയിറക്കി വിട്ടിരിക്കുകയാണ്. ഇതോടെ അവൻ മാറി ഒരിടത്തിരുന്ന് വിഷമിച്ച് ഒരു പടം വരയ്ക്കുന്നു. രാജ്യത്തിന് വേണ്ടി പോരാടാൻ വന്ന അവൻ ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ വെറുതെ കോമാളി കളിക്കുന്നുവെന്ന തോന്നലുള്ളത് കൊണ്ട് അവനെ തന്നെ ഒരു കോമാളിയാക്കിയാണ് അവൻ പടം വരയ്ക്കുന്നത്. ഇതിന്റെ ഏജന്റ് ക്വാർട്ടർ അവിടേക്ക് വരികയും അവനോട് സംസാരിക്കുകയും ചെയ്യും. നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു പട്ടാളക്കാരനായി രാജ്യത്തെ സേവിക്കുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ഇപ്പോ നാട്ടിലെല്ലാം കോമാളിയായി ഒരു നാടക നടനായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറയുകയും ഇതിനിടെ ഇന്നലെ യുദ്ധത്തിന് പോയ പരിക്ക് പറ്റിയ കുറച്ചുപേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നതായി കാണും. കഴിഞ്ഞ ദിവസം ഹൈഡ്രയിലുള്ളവരും നമ്മുടെ ഒരു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. നമ്മുടെ സൈന്യത്തിലെ 200ഓളം ആളുകൾ ഹൈഡ്രയുമായി ഫൈറ്റ് ചെയ്തു. പക്ഷേ 50ഓളം ആളുകൾ മാത്രമേ മടങ്ങിയെത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. 107ാം ബറ്റാലിയനിലുള്ള ടീമാണ് അതിന് പോയതെന്ന് പറയുമ്പോൾ 107ലാണ് അവന്റെ കൂട്ടുകാരനായ ബക്കി ഉള്ളതെന്ന് അവൻ ഓർക്കുകയും അവൻ അപ്പോ തന്നെ ഞെട്ടിക്കൊണ്ട് നേരെ കേണലിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം യുദ്ധത്തിന് പോയവരുടെയൊക്കെ ലിസ്റ്റ് എനിക്കൊന്ന് വേണം, അതിൽ എന്റെ കൂട്ടുകാരൻ ബക്കി ഉണ്ടോന്ന് നോക്കാനാണെന്ന് പറയുമ്പോൾ നീ പറയുന്നതൊക്കെ നോക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇനി അഥവാ നോക്കിയിട്ടും വലിയ
കാര്യമൊന്നുമില്ല, അവരൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ ആ പിടിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ചെന്നൊരു യുദ്ധം നടത്തുന്നത് എളുപ്പമല്ല, അതിനുവേണ്ടി വിടുന്ന ആളുകൾ കൂടി നഷ്ടപ്പെടും, അവരെ രക്ഷിക്കാൻ വേണ്ടി ഇനിയും കുറെ പേരെ കൊല്ലാൻ ഞാൻ തയ്യാറല്ലെന്നൊക്കെ അയാൾ പറയും. ഇതോടെ ഹൈഡ്ര എവിടെയാണെന്ന് അവൻ മാപ്പിൽ കാണുകയും ഇവിടെ നിന്ന് ആരും പോയില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ഞാൻ തന്നെ പോകേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. അന്ന് ഹൈഡ്രയിലേക്ക് പോകാൻ അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എടാ നീ എന്താ ചെയ്യാൻ പോകുന്നേ, അങ്ങോട്ട് പോകുന്ന വലിയ അപകടമാണെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അവൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് കൂട്ടായി നിന്നവനാണ് ബക്കി, അവന് വേണ്ടി എന്തായാലും ഞാൻ പോകുമെന്ന് സ്റ്റീവ് പറയുമ്പോൾ അങ്ങനെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ സ്റ്റാർക്കിന്റെ വിമാനത്തിൽ കയറി അയാളുടെയും കൂടി സഹായത്തോടു കൂടി അവർ അവനെ ഹൈഡ്രയുടെ അടുത്ത് ലാൻഡ് ചെയ്യിക്കാനായി കൊണ്ടുപോവുകയാണ്. എന്തായാലും നീ അവിടെ ചെന്ന് അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം തിരിച്ചു വരാറാവുമ്പോൾ ഈ സാധനത്തിൽ ഞെക്കണം, അതോടെ നിന്റെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവുകയും നീ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ വരികയും ചെയ്യുമെന്നൊക്കെ അവർ പറയുകയും അപ്പോഴേക്കും അതിക്രമിച്ച് കടന്നതിന്റെ പേരിൽ അവരുടെ വിമാനത്തിന്റെ നേർക്ക് ചറപറ വെടിയുണ്ടകളും മിസൈലുകളും ഒക്കെ വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അപ്പൊ തന്നെ അവൻ ചാടാൻ വേണ്ടി റെഡിയാവുകയും ഞാൻ ചാടി ഉടനെ നിങ്ങൾ ഈ സോണിൽ നിന്ന് പുറത്തു പൊക്കോണമെന്ന് പറയുകയും അങ്ങനെ അവൻ താഴേക്ക് എടുത്തങ്ങ് ചാടുകയും ചെയ്യുന്നു. ഇതോടെ അവർ ആ ഏരിയയിൽ നിന്ന് തിരിച്ചു പോയിരിക്കുകയാണ്. ഈ സമയം ഹൈഡ്രയിലാണെങ്കിൽ സ്റ്റീവിന്റെ ടീമിലുള്ള പിടിക്കപ്പെട്ട പട്ടാളക്കാരെ എല്ലാം ജയിലിലേക്ക് കയറ്റുകയാണ്. അവിടെയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യൂബിന്റെ എനർജി കൊണ്ട് ആയിരക്കണക്കിന് ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സ്റ്റീവ് ആ ഏരിയയിലേക്ക് എത്തുകയും എന്നാൽ ഫുൾ സെക്യൂരിറ്റി ഉള്ള ഹൈഡ്രയുടെ ഉള്ളിൽ എങ്ങനെ കയറുമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവിടേക്ക് പോകുന്ന കുറച്ച് ട്രക്കുകൾ വരുന്നത് കണ്ട് അവൻ അപ്പൊ തന്നെ നേരെ അതിന്റെ ഉള്ളിലേക്ക് ചാടി കയറുമ്പോൾ അതിൽ രണ്ടുപേരിയ്ക്കുകയാണ്. അവരെ അപ്പോ തന്നെ അടിച്ച് എടുത്ത് വെളിയിൽ കളയുന്നു. അങ്ങനെ ട്രക്കുകളെല്ലാം ഹൈഡ്രയുടെ ഉള്ളിലേക്ക് കയറുകയും അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ എന്താന്ന് നോക്കാൻ വരുന്നവനെ അടിച്ച് പഞ്ചറാക്കി സ്റ്റീവ് നേരെ ഒളിച്ചൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരുവിധം കാവൽക്കാരെയൊക്കെ വിളിച്ച് അടിച്ച് പഞ്ചറാക്കിയിട്ട് അകത്തേക്ക് കടക്കുകയും പതിയെ ഒളിച്ചൊളിച്ച് ആരും കാണാതെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ ക്യൂബിൽ നിന്നുള്ള എനർജിയുടെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ട് അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് അവൻ പോക്കറ്റ് വയ്ക്കുന്നു. ഈ സമയം ജയിലിൽ കിടക്കുന്ന അമേരിക്കൻ പട്ടാളക്കാർ നോക്കുമ്പോൾ മുകളിലെ കാവൽക്കാരെയൊക്കെ അടിച്ചിട്ട് ആരോ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ തൽക്കാലം അമേരിക്കയുടെ ക്യാപ്റ്റനാണ്, അഥവാ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ പട്ടാളക്കാരെയും അവൻ തുറന്നു വിടുകയും അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെയുള്ളവന്മാരോടൊക്കെ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ, കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളും സാധനങ്ങളും എല്ലാം എടുത്ത് ഇവരോട് ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ അവൻ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയും ഇത് കണ്ട് വെടിവെക്കാൻ നിൽക്കുന്ന ശത്രുക്കളെയൊക്കെ അവന്മാർ ചെന്ന് അടിച്ച് പഞ്ചറാക്കി അവിടെ കിടന്ന വണ്ടികളിലേക്കൊക്കെ ചാടി കയറുകയും അതിലെ ടെക്നോളജിയൊക്കെ കണ്ട് അന്തം വിട്ട് ഈ സാധനം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് മുന്നോട്ടെടുക്കുകയും അതുപയോഗിച്ച് എല്ലാം തകർത്തുകൊണ്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം അവിടുത്തെ പട്ടാളക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോകുന്നു. പിന്നെ തൂരുതുരെ അവിടെ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ക്യാമറയിലൂടെ ജൊഹാൻ സ്മിത്ത് കാണുകയും ഹൈഡ്രയിൽ കുറെ പേർ ആക്രമിച്ച് കയറിയിട്ടുണ്ടെന്നും അവരുടെ ആളുകളെല്ലാം ആരൊക്കെയോ ആക്രമിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ ഉടനെ അയാൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ബോംബുകൾ മുഴുവൻ ഓണാക്കാൻ തുടങ്ങുന്നു. ഹൈഡ്ര മുഴുവൻ തകർക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൈന്യം തോറ്റുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും ഉള്ളിലേക്ക് കയറി മുന്നോട്ട് പോകുന്ന സ്റ്റീവ് നോക്കുമ്പോൾ ബെക്കിയെ അവിടെ ഒരിടത്ത് എന്തോ പരീക്ഷണത്തിന് വേണ്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. എടാ ഇത് ഞാനാണെടാ സ്റ്റീവ് ആണെന്നൊക്കെ അവൻ പറയുമ്പോൾ നീ എങ്ങനെ ഇത്രയും വലുതായത്, നിന്റെ രൂപം മാറിപ്പോയല്ലോ എന്നൊക്കെ അവൻ പറയുകയും അതിനെ പറ്റിയൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവൻ ബക്കിയെ വലിച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ജൊഹാൻ സ്മിത്തിന്റെ ശാസ്ത്രജ്ഞൻ സാധനങ്ങളെല്ലാം എടുത്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതോടൊപ്പം സ്മിത്തും മറ്റേ ക്യൂബൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. അവിടെയാണെങ്കിൽ മൊത്തം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബോംബിന്റെ സമയം കഴിയുകയും ഒരു സൈഡിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടേക്ക് എത്തുന്ന ക്യാപ്റ്റനും ബക്കിയും നോക്കുമ്പോൾ എല്ലാം പൊട്ടി തകർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജൊഹാൻ സ്മിത്ത് അവിടെ നിൽക്കുന്നതായി കാണുകയും അയാൾ അവനോട് സംസാരിക്കുകയും ചെയ്യും. നീയാണല്ലേ ക്യാപ്റ്റൻ അമേരിക്ക, നിന്നെ എനിക്കറിയാം, നിന്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്, ആ ഡോക്ടർ നിന്നെ വെച്ചാണല്ലേ പരീക്ഷണം വിജയിച്ചത് എന്ന് പറയുന്നതിനിടെ അവൻ ഒറ്റ അടി വെച്ചു കൊടുക്കുകയും ഇതോടെ അയാൾ ദേഷ്യത്തിൽ അവനെ തിരിച്ചു തല്ലുകയും എന്നാൽ അവൻ അയാളെ അടിച്ച് ഇടുമ്പോഴേക്കും ഫൈറ്റ് ഒഴിവാക്കാൻ മറ്റേയാൾ പാലം പിന്നോട്ട് വലിക്കുകയും അവർ രണ്ട് ദിശയിലാവുകയും ചെയ്യുന്നു. നിന്റെ ദേഹത്ത് മാത്രമല്ല ആ ഡോക്ടർ പരീക്ഷിച്ചിട്ടുള്ളത്, അയാളുടെ പരീക്ഷണം ആദ്യം എന്റെ ദേഹത്താണ് നടത്തിയത്, അതിന്റെ ഫലം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ തന്റെ മുഖംമൂടി വലിച്ചങ്ങ് ഊരുന്നു. യഥാർത്ഥത്തിൽ അയാളുടെ രൂപമുള്ള ഒരു മുഖംമൂടിയും ധരിച്ചുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. യഥാർത്ഥ കോലം ഇതാണ്. ആ മരുന്നിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ നിനക്കും ഇതുപോലെ വല്ലതും സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പൊക്കളയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നേരെ മുകളിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ കയറി പോവുകയാണോ, അപ്പൊ എന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ വണ്ടി കയറി രക്ഷപ്പെട്ടോളാൻ അയാൾ പറയുന്നു. അങ്ങനെ അവൻ നേരെ അവിടെയുള്ള ജെറ്റ് പോലത്തെ ഒരു വിമാനത്തിൽ കയറുകയും അവിടെ നിന്ന് പറന്ന് ദൂരേക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. മറ്റേ ഡോക്ടർ ആണെങ്കിൽ ജൊഹാൻ സ്മിത്തിന്റെ സ്പെഷ്യൽ കാറിൽ കയറി നേരെ അതുമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ക്യാപ്റ്റനും ബക്കിയും അതിനുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ താഴെ മുഴുവൻ തീയായതുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് എത്തിയെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ എങ്ങനെയെങ്കിലും ബക്കിയെ
അവിടുത്തെ ഒരു തൂണിലൂടെ ഇറക്കി പതിയെ നടത്തി വിടുകയും അങ്ങനെ അവൻ ഓടി എങ്ങനെയെങ്കിലും അപ്പുറത്ത് ചാടി എത്തി കയറുമ്പോഴേക്കും ആ പാലം തകർന്നങ്ങ് താഴെ പോവുകയും ചെയ്യും. നീയും കൂടെ എങ്ങനെയെങ്കിലും വരാൻ പറയുമ്പോൾ അവൻ അവിടുത്തെ കമ്പിയൊക്കെ വളച്ചു വെക്കുകയും ശേഷം പുറകിലേക്ക് ചെന്ന് രണ്ടും കൽപ്പിച്ച് താഴെയുള്ള ആ തീയുടെ മുകളിലൂടെ ഓടി ചെന്ന് ഒറ്റ ചാട്ടം അങ്ങ് ചാടി പോകുന്നു. ഈ സമയം ആർമി ക്യാമ്പിൽ കാർട്ടർ കേണലിന്റെ അടുത്തേക്ക് വരികയും സ്റ്റീവിനെയും കൂട്ടരെയും അന്വേഷിച്ചു പോയ അവസാനത്തെ വിമാനവും തിരിച്ചു വന്നുവെന്നും അവനെ കിട്ടിയില്ലെന്നും പറയും. നീയാണ് ഇതിനെല്ലാം കാരണം. അമേരിക്കയുടെ ഒരു സുവർണ പുരുഷനായിട്ടാണ് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവനെയും കുറെ പട്ടാളക്കാരെയും നീയാണ് കൊലയ്ക്ക് കൊടുത്തതെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തെന്തോ ബഹളം കേൾക്കുന്നതായിട്ട് തോന്നുകയും അതെന്താണെന്നറിയാൻ അവർ അവിടേക്ക് പോയി നോക്കുകയും ചെയ്യുന്നു. അവിടേക്ക് ചെന്ന് നോക്കുന്ന കേണൽ കാണുന്നത് ഹൈഡ്ര പിടിച്ചു വെച്ചിരുന്ന പട്ടാളക്കാരെയും മോചിപ്പിച്ചുകൊണ്ട് സ്റ്റീവ് അവിടേക്ക് നടന്നു വരുന്നതാണ്. എല്ലാവരും യാതൊരു കുഴപ്പവുമില്ലാതെ ഹൈഡ്രയിലെ ആയുധവുമായി എത്തിയിരിക്കുന്നു. സ്റ്റീവ് അവരുടെ എല്ലാം നേതാവായി സ്റ്റൈലിന് വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഉടൻ കേണൽ അവന്റെ അടുത്തേക്ക് വരികയും ഞാൻ സാറിനോട് പറയാതെ പോയത് വലിയ തെറ്റാണ്. സാറ് തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നീ ചെയ്തത് നല്ലത് തന്നെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പൊക്കളയുന്നു. നീ എന്താ വിളിക്കാഞ്ഞെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് തകർന്നു പോയതാണെന്ന് അവൻ പറയുന്നു. എല്ലാവരും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തെന്ന് അവർ പറയുകയും അങ്ങനെ എല്ലാവരും അവനെ അവിടെ വെച്ച് അഭിനന്ദിക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് രാത്രി അവർ ആ വിജയം ആഘോഷിക്കുന്ന ഒരു പാർട്ടിയിൽ ഇരിക്കുകയാണ്. നീ ഈ ഡ്രസ്സിൽ കാണാൻ കിടിലൻ തന്നെ എന്നൊക്കെ ബക്കി പറയുമ്പോൾ എനിക്കും ഇപ്പോ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നൊക്കെ ക്യാപ്റ്റൻ പറയുന്നു. ശേഷം അവൻ മറ്റു കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയും നമ്മളിപ്പോ ഹൈഡ്രയുടെ ഒരു കേന്ദ്രം മാത്രമാണ് പിടിച്ചത്, ഒറ്റക്കെട്ടായിട്ട് പൊരുതിയാൽ ഹൈഡ്രയുടെ എല്ലാ കേന്ദ്രങ്ങളും നമുക്ക് തകർത്തെറിയാമെന്നും നിങ്ങൾ കൂടെ നിൽക്കുമെന്നും ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ നീയല്ലേടാ നമ്മളെ രക്ഷിച്ചുകൊണ്ട് വന്നേ, നീ പറഞ്ഞാൽ എന്തിനും നമ്മൾ തയ്യാറാണെന്നൊക്കെ അവർ പറയും. അങ്ങനെ ക്യാപ്റ്റൻ നേരെ ഇക്കാര്യം കേണലിനോടും പറയുകയും ഹൈഡ്രയുടെ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങളും അത് തകർക്കാനുള്ള രീതിയും ഒക്കെ അവൻ പറയുകയും ശരി ടീമായിട്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്തോളാൻ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഈ സമയം ക്യാപ്റ്റൻ ഹൈഡ്രയിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ക്യൂബിന്റെ സാധനത്തിൽ നിന്ന് എനർജി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിന്റെ ശക്തി എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അന്ന് സ്റ്റാർക്ക് ക്യാപ്റ്റനെ പരീക്ഷണശാലയിലേക്ക് കൊണ്ടു ചെല്ലുകയും നീ ഹൈഡ്രയുമായി അടുത്ത യുദ്ധത്തിന് പോവുകയല്ലേ, നിനക്ക് ഈ ഷീൽഡിനോട് വലിയ ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് നിനക്ക് വേണ്ടി കുറെ ഷീൽഡുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിലേത് വേണമെങ്കിലും നീ തിരഞ്ഞെടുക്കാനൊക്കെ പറയുന്നതിനിടെ താഴെ ഇരുന്ന വട്ടത്തിലുള്ള ഒരു ഷീൽഡ് അവൻ കാണുകയും ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് വൈബ്രേനിയം എന്ന ഒരു ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിൽ തന്നെ വളരെ അപൂർവമായ ഒരു ലോഹമാണ് ഇത്, മാക്സിമം വൈബ്രേഷൻ വലിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ക്വാർട്ടർ അവിടേക്ക് വരികയും ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളൊരു തോക്കെടുത്ത് ചാറപറ വെടിവെക്കുകയും എന്നാൽ അവന് യാതൊരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നത് കണ്ട് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊക്കളയും. ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയും എനിക്ക് ഈ രീതിയിലുള്ള ഒരു യൂണിഫോം കൂടി തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞ് ഒരു പേപ്പർ സ്റ്റാർക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അടുത്ത ദിവസം മുതൽ ആ യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റായി യഥാർത്ഥ ക്യാപ്റ്റൻ അമേരിക്ക ആയിക്കൊണ്ട് അവൻ തന്റെ ടീമിനോടൊപ്പം ഹൈഡ്രയിലെ ഓരോ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തുകയും ഒന്നിനു പിറകെ ഒന്നായി ഹൈഡ്രയുടെ എല്ലാ കേന്ദ്രങ്ങളും അവർ ടീമായി തകർക്കാൻ തുടങ്ങുകയും ചെയ്യും. ഹൈഡ്രയുടെ ഓരോ കേന്ദ്രങ്ങളും ക്യാപ്റ്റൻ അമേരിക്ക തകർക്കുന്നുണ്ടെന്നറിഞ്ഞ് ജൊഹാൻ സ്മിത്തിന് ആകെ ദേഷ്യമായിരിക്കുകയാണ്. ബക്കിയും ക്യാപ്റ്റനും കൂടി ചേർന്നാണ് എല്ലാ ഹൈഡ്രയും ആക്രമിച്ച് നശിപ്പിക്കുന്നത്. ഇതോടെ ഹൈഡ്രയുടെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളും തകർന്നു എന്നുള്ള വാർത്ത ജൊഹാൻ സ്മിത്ത് അറിയുകയും ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതിനിടെ അവിടുത്തെ ഒരുത്തം വന്ന് നമ്മുടെ ഇവിടുത്തെ അവസാനത്തെ ആളും മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എന്താ ജീവനോടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവനെയും കൊന്നുകളയും. അങ്ങനെ അന്ന് ക്യാപ്റ്റനും ടീമും ഹൈഡ്രയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനിടെ റേഡിയോ വഴി അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ജൊഹാൻ സ്മിത്തിന്റെ വലങ്കൈയായ ഡോക്ടർ സോള ഈ വരുന്ന ട്രെയിനിലുണ്ടെന്നും അയാളെ പിടികൂടിയാൽ നമുക്ക് ആവശ്യമുള്ള ഹൈഡ്രയുടെ എല്ലാ ഇൻഫർമേഷനും കിട്ടുമെന്നും അവർ പറയുകയും അങ്ങനെ ട്രെയിൻ വരുന്നത് കാത്തു നിന്ന് കൃത്യമായി ക്യാപ്റ്റനും ബക്കിയും കൂടെ ഒരാളും കൂടി നേരെ ആ ട്രെയിനിന്റെ മുകളിലേക്ക് എത്തുകയും അവിടെ നിന്ന് മുന്നോട്ട് പോയി നേരെ ഒരുവിധം ക്യാപ്റ്റനും ബക്കിയും കൂടി ആ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറി പറ്റുന്നു. എന്നാൽ അവിടെയെങ്ങും ആരെയും അവർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരിടത്ത് വെച്ച് ഡോർ അടയുകയും അവർ രണ്ട് ബോഗിയിലാവുമ്പോൾ രണ്ടുപേരുടെയും പിന്നാലെ അവരുടെ മോഡേൺ ആയുധങ്ങളുമായി കുറെ പേർ വരികയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി മാക്സിമം അവരുമായി പൊരിഞ്ഞ ഫൈറ്റ് നടത്തുകയും ചെയ്യുന്നു. അവർ ഉള്ളിൽ കയറിയത് ഡോക്ടർ സോള അറിയുകയും അവന്മാരെ വെച്ചേക്കരുത് ഇവിടെ തന്നെ തീർത്തേക്കണമെന്ന് പറയുകയും അങ്ങനെ അറഞ്ചം പുറഞ്ചം ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ക്യാപ്റ്റന്റെ എതിരെ ഫൈറ്റ് ചെയ്തവനെ ഓടിച്ചെന്ന് അടിച്ചിട്ട് തീർക്കുകയും ശേഷം അവന്റെ ആയുധം വെച്ച് വാതിൽ തകർത്ത ശേഷം ക്യാപ്റ്റൻ നേരെ ഓടിക്കേറി അവർ രണ്ടുപേരും കൂടി അവരെ തീർത്തിടുകയും ഇത്ര കേസേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിന്ന് ഒരുത്തം വന്ന് മറ്റേ ആയുധം പൊട്ടിച്ച് ട്രെയിനിന്റെ ഒരു ഭാഗം പൊളിയുകയും ക്യാപ്റ്റൻ മറിഞ്ഞു വീണെങ്കിലും ബക്കി അവനുമായി ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ വീണ്ടും വെടി പൊട്ടിക്കുന്നതോടെ ബക്കി തെറിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഉടൻ ക്യാപ്റ്റൻ എങ്ങനെയെങ്കിലും അവനെ അടിച്ചിട്ട ശേഷം നേരെ ബക്കിയെ രക്ഷിക്കാനായി ഒരുവിധം പാടുപെട്ട് പുറത്തേക്ക് ചെല്ലുകയും അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെങ്കിലും അവന് പിടുത്തം കിട്ടാതെ വരികയും കമ്പി ഇളകി പോവുകയും ചെയ്യുന്നു.
വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.